അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുമ്പിൽ വലിയ നാടകം കളിച്ചു. അങ്ങനെ നാടകം കളിച്ച് തറക്കല്ലിട്ട് പോയി. ഒരു നാണവുമില്ല. ഈ നിമിഷം വരെ ആ തറക്കല്ലിട്ട കല്ല് പോലും എവിടെ എന്ന് അന്വേഷിക്കാൻ ഒരു കോൺഗ്രസ്സുകാരും അവിടേക്ക് ചെന്നിട്ടില്ല. DYFI നിങ്ങൾക്കറിയാം, കേരളത്തിൽ വയനാട് പോലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളവിടെ 25 വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞ് 100 വീടിനുള്ള പണം ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി നമ്മുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിനെ അടിസ്ഥാനപ്പെടുത്തി ടൗൺഷിപ്പ് പദ്ധതിക്ക് 20 കോടി രൂപ സംഭാവന ചെയ്ത DYFI ആണ്. ആ DYFIയെ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും മറ്റു കോൺഗ്രസ്സുകാരുമൊക്കെ ഇങ്ങനെ പണം കൊടുത്തിട്ടും ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ആക്ഷേപിക്കാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ അവർ പ്രഖ്യാപിച്ച പണവും അവർ പ്രഖ്യാപിച്ച നടപടികളും ഒന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണുമ്പോൾ അവർ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ആപ്പുണ്ടാക്കി പണം പിരിച്ച് ആ പണത്തെക്കുറിച്ചൊരു ചർച്ചയും നാട്ടിൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്ത, ഒരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എവിടെ കോൺഗ്രസ് പിരിച്ച പണം, എവിടെ കോൺഗ്രസിൻ്റെ ആപ്പ്, എവിടെ വീട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമ്മളോടൊക്കെ പറഞ്ഞത് വളരെ വ്യക്തമായി. അദ്ദേഹം സാധാരണ പറയുന്നത് പോലെ തന്നെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം, അത് കേട്ട് കാണും. എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ വയനാട്ടിലെ ദുരന്തബാധിതരെ, ആ പാവപ്പെട്ട മനുഷ്യരെ, അവരെ മുൻനിർത്തി പിരിച്ച പണം, ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ച പണം എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റുകളാണ്. ആ അഫിഡവിറ്റിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന അഫിഡവിറ്റിൽ അദ്ദേഹം ഈ ഒരു ജോയിൻ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. എവിടെയും പറഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റും പറഞ്ഞിട്ടില്ല. ഈ കേരളം ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞങ്ങൾ ഈ അഫിഡവിറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത തേടും എന്നുള്ളതാണ് ഈ സമയത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹം ഈ കേരളത്തെ ആകെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ ദുരന്തത്തെ മുൻനിർത്തി പിരിച്ച പണത്തിൻ്റെ കണക്ക് ഈ നിമിഷം വരെ അവർ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർ, സാധാരണ കോൺഗ്രസ്സുകാർ, പാവപ്പെട്ട കോൺഗ്രസ്സുകാർ, അധികാരത്തിന് വേണ്ടി ഇവിടെ നേതാക്കന്മാർ അടികൂടുന്നത് പോലെ അടികൂടാതെ കോൺഗ്രസിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാധാരണ പ്രവർത്തകരുണ്ട്. അവരിൽ പലരും ഈ അക്കൗണ്ടിലേക്ക്, ഇവരുടെ ആപ്പിലേക്ക് പണം അയച്ചിട്ടുണ്ട്. അവർക്കും ഇത് അറിയാനുള്ള താല്പര്യമുണ്ടാകും. അവരോടും ഇവർ കണക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. ഇതിലെവിടെയും അങ്ങനെ ഒരു സംയുക്ത അക്കൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ചോദിക്കണം, അന്ന് അദ്ദേഹം പറഞ്ഞ സംയുക്ത അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് കൊടുത്ത കണക്കിൽ ഇല്ല എന്നുള്ളത്. ഇനി കൊടുക്കാൻ വിട്ടതാണോ, മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ, നമ്മൾ തെരഞ്ഞപ്പോൾ കാണാത്തതാണോ? അദ്ദേഹം പറയട്ടെ. ഈ പണത്തിൻ്റെ കണക്ക് പറയട്ടെ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഇന്നേക്ക് 30 ദിവസം കഴിഞ്ഞു അവർ തറക്കല്ലിട്ട് പോയിട്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുമ്പിൽ വലിയ നാടകം കളിച്ചു. അങ്ങനെ നാടകം കളിച്ച് തറക്കല്ലിട്ട് പോയി. ഒരു നാണവുമില്ല. ഈ നിമിഷം വരെ ആ തറക്കല്ലിട്ട കല്ല് പോലും എവിടെ എന്ന് അന്വേഷിക്കാൻ ഒരു കോൺഗ്രസ്സുകാരും അവിടേക്ക് ചെന്നിട്ടില്ല. എന്താണ് ഇവർക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ കടന്നു വരുന്ന വഴികളിലെല്ലാം അവരിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ PR വർക്ക് എന്നാണല്ലോ പറയുന്നത്. എല്ലായിടത്തും ഇപ്പോൾ തൊട്ടടുത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വലിയ ഓർഡിങ്സാണ്, UDFൻ്റെ ഓർഡിങ്സാണ്.
അതിൽ നിരവധി വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നൊക്കെ എഴുതി വെച്ചത്. നിലവിൽ കണക്ട് വർക്കിലൂടെ 1000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇവർ പ്രഖ്യാപിക്കുക വേറെയും കുറേ പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ബോർഡിൽ വെക്കുക. ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഇവർ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ചിട്ട് ആ പണം എത്രയാണുള്ളത്, ആ പിരിച്ച പണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളോ പിരിച്ചതിൻ്റെ ഭാഗമായി അവർ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയാതെ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ചവർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പുതിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ആ വാഗ്ദാനത്തെ ഈ ജനം വിശ്വസിക്കുമോ? അപ്പോൾ ഈ കള്ളന്മാരെ, ഈ കാട്ടുകൊള്ളക്ക് ദുരന്തത്തെ പോലും സുവർണാവസരമായി കണ്ട് പണം പിരിച്ച് മുക്കിയവരെ ഈ ജനം വിലയിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിൽ സപ്ത റിസോർട്ടിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അവർ വലിയ ക്യാമ്പ് നടത്തി പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളിൽ പലരും അവരോട് ചോദിച്ചു, എന്തായി വീട് നിർമ്മാണം എന്ന്. അന്ന് KC വേണുഗോപാൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. എന്താണ്? ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഭരണമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് അവർ കാട്ടിക്കൂട്ടി തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടതിൻ്റെ മുകളിൽ ഒന്നും നടന്നില്ല. ഇപ്പോൾ അതാ പുതിയ വാർത്ത വരുന്നു, KC വേണുഗോപാൽ 7 കോടി രൂപ ഹരിയാനയിൽ സീറ്റ് കച്ചവടം നടത്തി വാങ്ങി എന്ന്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാരാ. മറ്റു സംസ്ഥാനങ്ങളിൽ അഴിമതി നടത്തി പണം പിരിച്ച് പണമുണ്ടാക്കി ഇവിടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പും അധികാരവുമെല്ലാം പണമുണ്ടാക്കാനുള്ള മാർഗമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വാഗ്ദാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നടപ്പിലാക്കുന്നില്ല. ഇവരെ എങ്ങനെ ഈ സമൂഹം വിശ്വസിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇവർ ഇതോടൊപ്പം തന്നെ ആവർത്തിച്ച് നുണ പറയുക. ഇങ്ങനെ ആവർത്തിച്ചുള്ള നുണകൾ ജനങ്ങൾ അതൊരു സത്യമാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക്, നമുക്ക് നേരത്തെ ആ പ്രയോഗമൊക്കെ നമുക്കറിയാമല്ലോ, അങ്ങനെ ആ നുണകളെ നുണകളെ സത്യമാക്കാൻ പറ്റും എന്നുള്ള അവരുടെ ഒരു പുതിയ തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ അവർ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സതീശനെയും കേരളത്തിലെ UDFനെയും ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സതീശൻ പറഞ്ഞ നുണകൾ ഈ സമൂഹത്തിൽ മത്സരമായി നടത്തിയവരാണ് ഞങ്ങൾ. ചില അക്കൗണ്ടുകൾ തുടങ്ങി ഫേസ്ബുക്കിലൊക്കെ, വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അക്കൗണ്ടുകൾ തുടങ്ങിയത്. ആ അക്കൗണ്ടുകളെ ഓരോ ദിവസവും അദ്ദേഹം പൂട്ടിക്കുക. ഈ കനകലുവും ഇവരുടെ സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ ഉപയോഗിച്ച് മെറ്റക്ക് പരാതി കൊടുത്ത് ഇവരെന്ത് ചെയ്യാണ്, ഇതെല്ലാം പൂട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 3 അക്കൗണ്ടുകൾ ഇവർ പൂട്ടിച്ചു. ഞങ്ങൾ അതിലെല്ലാം VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അതിനെ വസ്തുതാപരമായി തെളിവുകളോടെ ഗണ്ണിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു വശം, അതായത് തെറ്റാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്തുന്ന പേജുകളാണ് ഞങ്ങൾ തുടങ്ങിയത്. അതെല്ലാം പൂട്ടിക്കുകയാണ്. 3 പേജുകൾ ഇപ്പോൾ പൂട്ടിച്ചു. ഇനിയും ഞങ്ങൾ ആ മാർഗം ഓൺലൈനിലൂടെ തുടരാൻ തന്നെയാണ് ആലോചിക്കുന്നത്. എത്ര പൂട്ടിയാലും തുടർച്ചയായി അദ്ദേഹം ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ നുണകളെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവർ പറയുന്ന നുണയെ വിശ്വസിക്കരുത്. ദുരന്തത്തെ മുൻനിർത്തി പോലും പണം പിരിച്ച് മുക്കിയവരാണ് ഇവർ എന്ന് ജനം തിരിച്ചറിയണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.